നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഒരുപാട് റീൽസ് കാണലുണ്ട്. നല്ല രസമാണ്. ചില റീൽസ് ഒക്കെ ഇങ്ങനെ കാണുന്ന റീൽസ് ചിലത് നമുക്ക് തോന്നും ഇതൊന്ന് സേവ് ചെയ്തിരിക്കേണ്ട നമ്മളെ ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനോ, അല്ലെങ്കിൽ നമുക്ക് സ്റ്റാറ്റസ് ആയിട്ട് വെക്കാനോ, അല്ലെങ്കിൽ നമുക്ക് സ്റ്റോറി ആയിട്ട് വെക്കാനോ. പക്ഷെ നമ്മളിത് ഒന്ന് സേവ് ചെയ്യണമെങ്കിൽ, അതൊന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കണമെങ്കിൽ അധികം ആൾക്കാരും ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ്, ഡൗൺലോഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് ഡൗൺലോഡ് ചെയ്യുക. എന്നാൽ അതിന്റെ ആവശ്യമില്ല. ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് വളരെ സിമ്പിൾ ആയിട്ട് അവിടെ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അതിനെങ്ങനെ ചെയ്യേണ്ടി? ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, എന്നാലും അറിഞ്ഞുകൂടാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് എടുക്കുക. റീൽസിന്റെ കൂടെ കുറെ ബട്ടൺസ് കാണാം വലത് സൈഡിൽ. അതിലൊരു ഷെയർ ബട്ടൺ ഉണ്ടാവും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നമ്മളാർക്കും ഇത് ഷെയർ ചെയ്യുക, സ്റ്റോറി ഒക്കെ ഒന്നും വേണ്ട. ആഡ് റീൽ ടു യുവർ സ്റ്റോറി എന്നുള്ള ഒരു നീല എഴുത്ത് കാണാം. അതിലൊന്ന് ഞെക്കി കൊടുക്കുക. ഞെക്കി കൊടുത്താൽ ഇവിടെ എങ്ങനെ വരും? ഇതൊന്ന് സൂം ചെയ്യുക. അതിനുശേഷം ഇതിന്റെ മേലെ 3 ഡോട്ട് കാണും. ആ ഡോട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സേവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പ്രോസസ് ആവുന്ന ചെറിയൊരു ടൈം അവിടെ വെയിറ്റ് ചെയ്യുക. വീഡിയോ നമ്മളെ ഗ്യാലറി സേവ് ആയി. ഇനി നമ്മളെ ഗ്യാലറി തുറന്നു നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇതുണ്ടാവും. ഗ്യാലറി തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിന്റെ ഫോൾഡറിൽ നമ്മൾ സേവ് ചെയ്ത ആ റീൽസ് ഇവിടെ ഉണ്ടാവും. കണ്ടോ സംഭവം? അങ്ങനെ ഉപകാരം തോന്നിക്കേണ്ട ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ഒരു ലൈക്കും കൊടുത്തേക്ക്. പാവമ്മക്ക് ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.